നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് ഇപ്പോൾ രണ്ട് കാറ്റഗറി ഓഫ് ഓഡിയൻസ്, ഇപ്പോൾ ഒരു ഇമ്പൾസീവ് ഓഡിയൻസ്, ഇന്റന്റ് ഓഡിയൻസ്. നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്ട്സിന് മേ ബി ആ ഒരു അധികം ഗൂഗിൾ സെർച്ച് ഒന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റ്. ഇപ്പൊ മെറ്റാ ആഡ്സ് അല്ലേ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് ആ ഗൂഗിൾ ആഡ്സിന്റെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ആവശ്യമുണ്ടോ ഇനിഷ്യൽ ടൈമില്? സെർച്ച് ആണോ അതുപോലെ ഇത് സോഷ്യൽ ആണോ ബെറ്റർ എന്നുള്ള രീതിയിൽ? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രാൻഡിന്റെ എന്താ പറയാ അവരുടെ പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ അവരുടെ സർവീസ് എന്താണെന്നും കൂടി അനലൈസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിന്റെ ഒരു എക്സാക്ട് ആൻസർ നമുക്ക് കിട്ടുന്നത്. ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോമാണ്. അതേ സ്ഥാനത്ത് നമ്മൾ മെറ്റാ ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മളോട് ചെയ്യുന്നത്. കാറിന്റെ വർക്ക്ഷോപ്പ്, അപ്പം കാറിന്റെ കാർ വർക്ക്ഷോപ്പ് നിയർ മീ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ്സ്, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് അധികം പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ചിൽ ചെയ്യാം. ഈവൻ നിങ്ങൾ ഇ കോമേഴ്സ് പ്രൊഡക്റ്റും കൂടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇ കോമേഴ്സ് പ്രൊഡക്റ്റിൽ നിങ്ങളെ ഒരു കൈൻഡ് ഓഫ് ഒരു സെർച്ച് വോളിയം ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് എന്താ പറയാ സെർച്ച് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവും. സെർച്ചിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹയർ ഇന്റന്റ് ആയിട്ടുള്ള ഒരു യൂസർ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അതായത് ഞാൻ ഇപ്പം ഒരു ഫ്ലാറ്റ് നോക്കുന്ന സമയത്താണ് ഞാൻ ഫ്ലാറ്റ് ഫോർ സെയിൽ ഇൻ കാലിക്കറ്റോ അല്ലെങ്കിൽ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് പോയിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അപ്പം അവിടെ കുറച്ചുകൂടി ഒരു ഇന്റന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ്, കുറച്ചുകൂടി ഹയർ ഇന്റന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് അവിടെ വരുന്നുണ്ടാവുക.